ഒരുപാട് സന്തോഷത്തോടെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ആദ്യം ഒരു നന്ദി പറയണം. പ്രത്യേകിച്ച് ഈ സിനിമ ഇന്ന് 11ാമത്തെ ദിവസം. ഇപ്പോൾ നിങ്ങൾക്ക് ഉമേഷൊക്കെ നോക്കി അറിയാം, 11ാം ദിവസവും എല്ലാ ഷോയും അത്യാവശ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ സിനിമ ഇത്രത്തോളം ഏറ്റെടുത്ത ഞാനും രാമും കൂടി സിനിമ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ തിയേറ്ററിൽ ഈ സിനിമ എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ചിന്തിച്ച പോലെ വിചാരിച്ച പോലെ ഈ സിനിമ ഇത്രത്തോളം സ്വീകരിച്ച പ്രേക്ഷകരോട് ആദ്യം നന്ദി പറയാൻ തുടങ്ങുന്നു. അതിൻ്റെ ഒപ്പം മീഡിയാസ് ഇപ്പോൾ കഴിഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 11 ദിവസമായി. 11 ദിവസവും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ നിറഞ്ഞു നിൽക്കുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മുടെ പല ഇവൻറ്റ്സുകളും ഇപ്പോൾ നടന്നു. എല്ലാ ഇവൻറ്റ്സിലും നിങ്ങൾ വരികയും കവർ ചെയ്യുകയും ഒക്കെ ചെയ്തു. നിങ്ങളുടെ ഒരു സഹപ്രവർത്തനമായിരുന്നു ഞാൻ കഴിഞ്ഞ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളോടുള്ള നന്ദി ആദ്യം പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമ സംഭവിക്കാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പേരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം സമ്മതിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിൽ മമ്മൂക്ക ഉൾപ്പെടെ ബാക്കിയുള്ള മമ്മൂക്കോടില്ല, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ പറയുന്ന ഞാൻ സിനിമ കണ്ട് വളർന്ന സമയത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ ഈ ലെജൻസ് എൻ്റെ ഒപ്പം ഞങ്ങളുടെ സ്വപ്നത്തിനൊപ്പം ഞങ്ങളെപ്പോലെ 2 പുതിയ ആൾക്കാർ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വിശ്വസിച്ച് അവരുടെ സിനിമകളിൽ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റ് പരിപാടി വരുത്തി ഒരു സിനിമ ചെയ്യാൻ സമ്മതിച്ച ഇവരെല്ലാവരോടുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. വിജയകുമാർ സാറുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, കമൽ സാറുണ്ട്, സിബി സാറുണ്ട്, മോഹൻ ചേട്ടനുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമയിൽ ആദ്യം മുതൽ ഈ സിനിമയുടെ ഒരു ബേസിക് ഐഡിയ വന്ന കാലം തൊട്ട് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് രമേശ് ചേട്ടൻ. അപ്പോൾ എന്തെല്ലാം പറയാം, ആൻഡ്രൂ ചേട്ടൻ ഇവിടെയുണ്ട്. അതിൻ്റെ സ്റ്റേജിൽ വരില്ല. ആൻഡ്രൂ ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇത് മൊത്തം ഇങ്ങനെ നടന്നത്. അതിൻ്റെ ഒപ്പം വേണു സാർ, അതിൻ്റെ ഒപ്പം വേണു സാറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രമേശ് ചേട്ടനോട് ഞാൻ ആദ്യം ഇതിൻ്റെ വേറെ ചെറിയൊരു വേർഷൻ ഈ സിനിമയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കകാലത്തെ ഒരു വേർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും കേൾക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ രമേശ് ചേട്ടൻ്റെ കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രമേശ് ചേട്ടനെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വിളിച്ചിട്ടുണ്ട്. രമേശ് ചേട്ടാ, ജോഫിൻ ഏകദേശം ഒരു 4 കൊല്ലം അടുത്ത മുമ്പാണ് ഇതിൻ്റെ ഒരു വളരെ രത്നചുരുക്കമായിട്ടുള്ള രൂപരേഖയായിട്ടുള്ള കഥ പറയുന്നത്. ഈ കഥകൾ കേൾക്കുമ്പം അതിൻ്റെ ഒരു പോസിബിലിറ്റി, ഇതൊരു പ്രായോഗികത എത്രയാണ്. കാരണം പ്രായോഗികത ഞാൻ കഥാപരമായിട്ടല്ല, ഇത്രയും പേരുടെ അനുവാദങ്ങൾ ഇതിനകത്ത് വേണം. ഇപ്പം ജോഫിൻ വലിയൊരു വെല്ലുവിളിയായിട്ട് ഞാൻ പറഞ്ഞത് സിനിമ ചെയ്ത് തീർക്കലല്ല. ഈ സിനിമകളെല്ലാം ആളുകൾക്ക്, നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ചില കവർ സോങ് ഒക്കെ പാടുമ്പോൾ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്, ആ നല്ല പാട്ട് നീ നശിപ്പിക്കരുത്, അത് ചെന്ന് തുടരുമെന്ന് പറയുന്ന പോലെ ഈ സിനിമകളിലൊക്കെ ഒന്ന് മലയാളികൾ അത്രയധികം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള സിനിമകളിൽ ഒന്ന് തൊടുകയെന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ ബാച്ചിൽ വളരെ വളരെ പാടുള്ള കാര്യമാണ്. അപ്പോൾ അത് അത്ര അനുവാദങ്ങൾ മേടിച്ചെടുക്കുന്നിടത്താണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കലാസൃഷ്ടി അത്ര പ്രിയപ്പെട്ടതാണ്. അതിൽ അത്രയും ഓൾട്ടർനേറ്റ് ആയിട്ട് കാര്യങ്ങൾ കടന്നു വരിക, അതിലൂടെ ഒരു സിനിമ വരിക എന്ന് പറയുന്നതിൻ്റെ പാട്. ജോഫിൻ ഇപ്പോൾ പറഞ്ഞു, ആദ്യം കഥ പറഞ്ഞു, പക്ഷേ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രാമും ജോഫിനൊക്കെ കൂടെ ഈ കഥ അത്രയും, ഞാൻ കേട്ട കഥയും കാണുന്ന കഥയും തമ്മിലുണ്ടായ ഒരു വ്യത്യാസം തിയേറ്ററിൽ നിന്ന് വലിയ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന എൻ്റെ ആ ലാസ്റ്റ് ഡയലോഗ് നമുക്ക് പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഞാൻ. ആ പേര് ആദ്യം ഈ സിനിമയിൽ പറഞ്ഞതും അതിന് കാരണക്കാരനായതും അത് മുത്താരംകുന്ന് വ്യൂ എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ്. അതിൻ്റെ ഒരു തുടക്കം ജഗദീഷ് ചേട്ടൻ്റെ കഥയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ജഗദീഷ് ചേട്ടൻ രണ്ടുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷനിലോട്ട് പോകാം. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഒരു കലാകാരൻ വന്ന വഴി മറക്കാൻ പാടില്ല. അതൊരു പൊതു തത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന വഴി ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ ജഗദീഷിനെ ജഗദീഷ് ആക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. സംവിധായകൻ സിബി മലയിൽ, കമൽ, 7 ആർട്സ് വിജയകുമാർ, 7 ആർട്സ് മോഹൻ. ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല. ഇപ്പോൾ 7 ആർട്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മോഹനാണ്. 7 ആർട്സ് വിജയകുമാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കലയോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തിയിലാണ് സിനിമാ രംഗത്തോട്ട് വന്നത്. പണം മുടക്കി പണം കൊയ്യണം എന്ന ഉദ്ദേശത്തിനപ്പുറം നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യണം. അതോടൊപ്പം അതൊരു ബിസിനസ്സാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് വിദേശ രാജ്യത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മലയാള സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ
ഇവിടുത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള, ചേംബറിന്റെയൊക്കെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള വർത്തിച്ചിട്ടുള്ള സെവൻ ആർട്സ് വിജയകുമാർ. കമലിനെ കുറിച്ച് നമുക്കറിയാം. അക്കാദമി ചെയർമാൻ എന്ന നിലയിലും ഫെഫ്കയുടെ ഭാരവാഹി എന്ന നിലയിലും ഒക്കെ തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള സംവിധായകനാണ് കമൽ. സൂപ്പർ താരങ്ങളുടെ ചിത്രം എടുക്കുമ്പോഴും താരങ്ങളുടെ ഇമേജിന്റെ പിന്നാലെ പോകാതെ അവരുടെ നല്ല ചിത്രങ്ങളായിരിക്കണം മലയാള സിനിമയ്ക്ക് നൽകേണ്ടതെന്ന് വിശ്വസിച്ച സംവിധായകൻ കമൽ. സിബി മലയിലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. സിബി എല്ലാ കാലത്തും, സിബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഓർഡർ ദ അമ്മാവ് ആളറിയാം എന്ന എൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സിബി മലയിൽ. ഓർഡർ ദ അമ്മാവ് ആളറിയാം എന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എൻ്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് മെർലാൻഡ് സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ആത്മബന്ധം നമുക്ക് ഊഹിക്കാം. ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അത് ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല. കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെതെല്ലാം തെറ്റാണെന്നും അന്നത്തേതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആളില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന കുറേ രസങ്ങൾ, കുറേ സൗകര്യങ്ങൾ, കുറേ സൗന്ദര്യങ്ങൾ, ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാനൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ. പ്രിയനോടും അതോടൊപ്പം തന്നെ സിബിയോടും പിന്നെ ശ്രീനിവാസനോടും. ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസന്റേതാണ്. കഥ എന്റേതാണെങ്കിലും മുത്താരം കുന്നിന്റെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ്. എന്റേത് വേണമെങ്കിൽ കഥാബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഇതിലെ അമ്മിണിക്കുട്ടി ഉൾപ്പെടെയുള്ള മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. എന്റെ സഹൃദയ സമക്ഷം എന്ന നാടകത്തിൽ ഇതിന്റെ കഥയുണ്ട്. ഈ ഫയൽമാന്റെ കഥയുണ്ട്, ഫയൽമാന്റെ മകളുണ്ട്, ഫയൽമാന്റെ മകളുടെ പ്രേമമുണ്ട്. അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുത്താണ്, സമ്പത്താണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇനി രമേശിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ രാമുവായിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റാത്ത. രാമുവിന്റെ സാന്നിധ്യം എനിക്ക് സന്തോഷം പകരുന്നു. ജോഫിൻ എൻ്റെ അടുത്ത് പ്രീസ്റ്റില് അഭിനയിച്ചു, അതൊരു വൻ ഹിറ്റായി തീർന്നു. ആ പ്രീസ്റ്റിന്റെ സമയത്ത് തന്നെ ജോഫിനെയും ഈ ആന്റോയും അല്ലെങ്കിൽ വേണു കുന്നപ്പള്ളിയൊക്കെ അടുപ്പിച്ചതിന്റെ ഒരു കാര്യം ജോഫിന്റെ കഴിവ് മാത്രമല്ല, വിനയമുള്ള വളരെ ലാളിത്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്നേഹം, ബഹുമാനം തരുന്നതിനപ്പുറം സ്നേഹത്തോടു കൂടി പെരുമാറുക, അത് പ്രീസ്റ്റിൽ ഞാൻ അനുഭവിച്ചു. അതിനുശേഷം ഇതിന്റെ കഥ വന്ന് പറഞ്ഞപ്പോൾ ഈ രമേശ് സൂചിപ്പിച്ചതുപോലെ ആ കഥയ്ക്ക് ഇത്രയും സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയത് സിനിമ കണ്ടപ്പോഴാണ്. ഞാൻ 2 പ്രാവശ്യം സിനിമ കണ്ടു. ഒന്ന് തിരുവനന്തപുരത്ത് ഫസ്റ്റ് ഡേ കണ്ടു, പിന്നെ അതിനുശേഷം ചെന്നൈയിൽ എൻ്റെ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ പൊങ്കൽ അവധിക്ക് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ എൻ്റെ സകുടുംബം ഞങ്ങൾ എല്ലാവരും കണ്ട് അവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പോൾ 2 പ്രാവശ്യം, അടുത്ത കാലത്ത് ഒരു സിനിമയും ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ കാണാൻ ഉള്ള അവസരവും ഭാഗ്യം എനിക്കുണ്ടായി. അത് കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇനി രമേശിലേക്ക് മൈക്ക് കൈമാറുന്നു. ചോദ്യങ്ങളുടെ ഉത്തരമായി ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അതിന് ഈ സമയമൊന്നും പോരാ. എന്നാൽ ഈ സമയ പരിമിതിക്കുള്ളിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ചോദ്യത്തിന് പരിമിതികളൊന്നുമില്ല, ഒരു ലിമിറ്റേഷൻ വെക്കുന്നില്ല, ഇന്നതേ ചോദിക്കാവൂ, അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കഴിയുന്നതും ഈ ചിത്രവുമായിട്ടും ഈ ചിത്രത്തിന്റെ ഇങ്ങനെയുള്ള ഒരു പിന്നിലുള്ള കഥയും ബന്ധപ്പെടുത്തി ചോദിച്ചാൽ നന്നായിരിക്കും എന്ന അഭ്യർത്ഥനയോടെ രമേശ്. കാതോട് കാതോരത്തിന്റെ ലൊക്കേഷനൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ ഇപ്പം എന്തുകൊണ്ട് കലാകാരനാവണമെന്ന് ആഗ്രഹിച്ചില്ല, ജോബി സിനിമയാണെന്ന് ആഗ്രഹിച്ചുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കിട്ടുന്ന നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നതിനപ്പുറം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്തെത്താനും നിങ്ങളോടൊക്കെ സംവേദിക്കാനും ഉള്ളൊരു അവസരം കലാകാരനായിട്ട് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ ഞാനിലോ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമ മാഗസിനുകളിലോ ഉള്ള നിശ്ചല ചിത്രങ്ങൾക്ക് അപ്പുറം ഒരു സിനിമയുടെ ലൊക്കേഷൻ കാണാനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഞാൻ ജോഫിനെ ഉൾപ്പെടുന്ന ഒരു ബാച്ച് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയുടെ കാതോട് കാതോരത്തിന്റെ ലൊക്കേഷനൊക്കെ അവതരിപ്പിക്കുമ്പോൾ കമൽ സാറിന്റെ മകനാണ്, കമൽ സാറിന്റെ ചെറുപ്പക്കാരനായിട്ട് അത് അല്ല. ഒരാൾ എന്നോട് ചോദിച്ചു അത് ആണോ ചെയ്തിരിക്കുന്നതെന്നുള്ള അത്ര രൂപ സാധിച്ചിട്ടുണ്ടല്ലോ. അപ്പം ആ ലൊക്കേഷൻ സാറ് തിയേറ്ററിൽ പടം കണ്ടോ, ആ ലൊക്കേഷൻ വീണ്ടും കാണുമ്പോൾ അതിനെന്തുമാത്രം ആ ലൊക്കേഷൻ മറ്റേ ലൊക്കേഷൻ സാമ്യത ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഒരുപാട് സാമ്യമുണ്ട്. ഞാൻ വിചാരിച്ച് റിയൽ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും ഇവിടെ വെച്ചു പ്രത്യേകിച്ച് പള്ളി. ആ
പള്ളി അതേ പള്ളി തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്? അല്ല, നമ്മള് പള്ളി CG ആണ്. CG ആണ്. അയ്യോ കരുതരോ അതേപോലെ തന്നെ ഉണ്ട്. നിങ്ങൾ കാതോട് കാതൽ കണ്ടിട്ടുണ്ടെങ്കിൽ സെയിം സ്റ്റെപ്സ് അങ്ങനെയുള്ള പള്ളിയുടെ എല്ലാ ഇതുണ്ട്. ഞാൻ ഓനെടുത്ത് ചോദിക്കുകയായിരുന്നു നമ്മൾ എവിടെയായിരുന്നു ഷൂട്ട് ചെയ്ത് കൊരട്ടിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. തിരുമണിക്കുന്ന് പള്ളി. അത് ആ പള്ളി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ അതെ, അത് അത്രമാത്രം സമയമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലൊക്കേഷൻസ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലൊക്കേഷൻസും കാരണം അത്രമാത്രം ഒരു റെഫർ ചെയ്തിട്ടായിരിക്കും അല്ലേ ഇവരത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു എഫേർട്ട് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ ഓർക്കുന്നത് ഇവർ 3 വർഷമായിട്ടുണ്ടാവും എൻ്റെ അടുത്ത് ആദ്യം 3 വർഷമായിട്ട് ആദ്യം ഇവർ രണ്ടുപേരും തന്നെ രാമും ജോഫിനും തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യാനുള്ളത്. അത് ജോൺ പോൾ ജീവിച്ചിരുന്നുണ്ട്. അങ്കിള് ജോൺ പോള് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഈ കാര്യം. അപ്പോൾ എനിക്ക് അപ്പം തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത് എങ്ങനെ വർക്കാവുന്നു. കാരണം നമുക്കൊരു അത്ഭുതം എങ്ങനെയായിരിക്കും ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പോണത്. പിന്നെ അതിൻ്റെ മേർഡറും കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷനൊക്കെ എനിക്കറിയില്ല. അന്ന് ഇങ്ങനെ ആസിഫിൻ്റെ കാര്യത്തെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അറിയില്ല. ഇത്രമാത്രം ഡീറ്റെയിലിംഗ് ആ ഇതിന് കാതോട് കതിലിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാതോട് കതിൽ ഷൂട്ട് ചെയ്ത പ്രത്യേകിച്ച് ഭരതേട്ടനും ഇപ്പോൾ ജീവിച്ചിട്ടില്ല. ഭരതേട്ടനായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയിൽ. പിന്നെ വിജയകുമാറിൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ ഈ 7 ആർട്സിൻ്റെ ബാനറിൽ ആദ്യം ചെയ്യുന്ന സിനിമയാണ് കാതോട് കാതൽ. അതൊരു വലിയ കാരണം ഭരതേട്ടനിൽ നിന്ന് തുടങ്ങി അല്ലേ. അതൊരു വലിയ ബാനറായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുക. നമുക്കറിയാലോ പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ, ഇത് 3 ഒരേ സമയത്താണ് അല്ലേ വർക്ക് നടക്കണമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തമാശ. ഈ 3 പടങ്ങളും നന്നായിട്ട് വന്നു. അതുകൊണ്ട് 7 ആർട്സ് എന്ന് പറയുന്ന ബാനർ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബാനർ ആയി മാറുകയും ചെയ്തു. അപ്പൊ അതൊരു വലിയ ഓർമ്മയാണ് ആ സിനിമ. ഫുൾ പേജ് പരസ്യം ഞാൻ ഓർക്കുന്നു. കാതോട് കാതോടത്തിന്റെ തൊട്ട് താഴെ ചിലമ്പെന്നായിരുന്നു എന്റെ ഓർമ്മ. അതെ അതെ അല്ലേ, ചിലമ്പ്. അത് മോൻ പറയണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എക്സൽ കോംപ്ലക്സിലാണ് പോലെ. SL കോംപ്ലക്സില് ഒരേ സമയത്ത് 7 ആർട്സിന്റെ 4 ഫിലിം ഓടിക്കുന്ന കോംപ്ലക്സിൽ ഒരു യുണീക്ക്. കാരണം കാതോട് കാതലം കണ്ടിന്യൂ ചെയ്യുന്നു. പഞ്ചാഗ്നി 200 ഡേയ്സോളം അവിടെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. നക്ഷത്രങ്ങൾ ചിലപ്പോൾ അവിടെ റിലീസാകും. അങ്ങനെ ഒരു വളരെ യുണീക്ക് അച്ചീവ്മെന്റ്. അത് വേറെ തമാശ ഭരതേട്ടന്റെ 2 പടം, അരൺ സാറിന്റെ 2 പടം, 2 ഡയറക്ടർമാരെ 2 പടം അറ്റ് എ ടൈം കളിക്കാന്ന് പറയുന്നത് ആ കാലത്തൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരിക്കലും സിനിമയിൽ സംഭവിക്കില്ല. എങ്ങനെയാ ഒരു വിശ്വാസം തോന്നി ആ സിനിമ എടുക്കുന്നു, അതിന് ഇത്രയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്തുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അല്ല അവിടെ വിജയകുമാർ സാറിനോട് ചോദിച്ചത്. ഈ സിനിമ വന്നപ്പോ സാറിന്റെ ആ സിനിമയിലെ ഒരു അനുഭവം നമ്മൾ എടുക്കുവാണല്ലോ. ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്യാണല്ലോ. കുറച്ചൊന്നും അല്ല, കുറെ അധികം അതിന്റെ കൺട്രോളർ, നിർമ്മാതാവ്, ഒരുപാട് കാര്യങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വിശ്വാസത്തിലേക്ക് എത്തിയത് സിനിമ കാണുമ്പോൾ കാണുന്ന എല്ലാവർക്കും അത് ഓക്കെയാണ്. പക്ഷെ ഈ കഥയായി കേൾക്കുമ്പോൾ ഇത് വീണ്ടും വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയായിട്ട് തോന്നിയത് എങ്ങനെയാണ്? അതിന് എൻ്റെ ഒരു ആൻസർ വെച്ചപ്പോൾ കാതോട് കാതോടും സിനിമയിൽ നിന്നും ഒരു ഇൻസ്പയർ ചെയ്ത ഒരു ബാക്ക്ഡ്രോപ്പ്, ഇതൊരു സീക്വൽ അല്ല, ടേക്ക് ഓഫ് അല്ല. ആൻഡോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ആദ്യം ഫോണിൽ കിട്ടിയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ആൻഡോ പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സബ്ജക്റ്റിന്റെ റീമേക്ക് എന്ന് പറഞ്ഞാൽ സീക്വൽ ആകാം, പ്രീക്വൽ ആകാം, രണ്ടും ആകാം. അപ്പൊ ഇത് വല്ലതാണ്. അപ്പൊ അതിന്റെ എന്താ അല്ല അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് വെച്ച് കൊണ്ട് ഞാൻ ആൻഡ്രോയിഡ് എന്താ ഇപ്പോ ഇങ്ങനെ കാതോട് അതിന്റെ ബേസ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ഫിലിം തുടങ്ങി അതിന്റെ ധൈര്യമായിട്ട് നമ്മൾ ചെയ്യും. ഇത് പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും അതിൻ്റെ അതുകൊണ്ട് പ്ലാൻ ചെയ്യാം. അല്ല ഞാൻ എനിക്ക് എൻ്റെ ചില മെറ്റീരിയൽസും കാര്യങ്ങളും കുറച്ച് സംഭവമാണ് അതിൻ്റെ ആൾക്കാരൊക്കെ വരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളതെല്ലാം തരാം. ഭാഗ്യത്തിന് ആൽബം ഉണ്ട്, പക്ഷേ ആൽബത്തിൽ പല ഫോട്ടോസും സ്റ്റക്കായിട്ട് ഇത്ര വർഷമായിട്ട് 40 വർഷമാണ്. അപ്പോൾ ആൽബം ഇരിപ്പുണ്ട് അങ്ങനെ സെയിം. അങ്ങനെ വട്ടവർ മെറ്റീരിയൽ, വട്ടവർ അവൈലബിൾ ആൻഡോ ഔട്ട് എടുക്കുക, പടം കൊണ്ട് നടക്കട്ടെ. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ. സെക്കൻഡ്ലി പടം തുടങ്ങി, പടം റിലീസാവുന്നവരെ സത്യത്തിൽ എന്താണ് ഈ സിനിമ എന്നോ എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ ഷേപ്പ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റും എനിക്ക് വലിയ നോളജൊന്നും ഇല്ലായിരുന്നു. ഞാൻ മദ്രാസിൽ താമസമായിട്ട് ഇവിടെ വലിയ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്
കാതോട് കാതോരത്തിലെ ക്യാരക്ടറും അതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം 100% ജസ്റ്റിഫൈഡ് ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് വന്ന അതിമനോഹരമായ ഒരു പടമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഈ പടം നല്ല മനോഹരമായ പടമാണ്. ദാറ്റ് ഇസ് ബിക്കോസ് ദ ഫിലിം ബൈ ഇറ്റ്സെൽഫ്, അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ഒരു സസ്പെൻസ്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പാറ്റേൺ ആൻഡ് ഇൻഫാക്ട് ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ഫിലിമിനകത്ത് കുറെ കൂടെ വയലൻസും ബഹളവും ഒക്കെയാണ് ഡോമിനേറ്റ് ചെയ്തത്. ഇത് സാധാരണ നോർമലി, ബട്ട് ഇൻ ദിസ് ഫിലിം ഇറ്റ് ഈസ് മോർ ഓഫ് ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് തോന്നുന്ന രീതിയിൽ അറ്റ് ദ സെയിം ടൈം ഓഡിയൻസിനെ പിടിച്ചിരുന്ന രീതിയിലൊരു ഗ്രിപ്പ് കിട്ടണം. സോ ദാറ്റ് ഓൾസോ ഇസ് വർക്ക്ഡ് ഔട്ട്. സോ ഐ അപ്രീഷിയേറ്റ് ദി ടീം, ഡയറക്ടർ, റൈറ്റേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് കാസ്റ്റ് ആർട്ടിസ്റ്റ് ഹു ഹാവ് പെർഫോം. ഒരു അതിമനോഹരമായ ഒരു പടമായി പോകുന്നത്. ഐ എം വെരി ഗ്ലാഡ്. കാതോട് കാതോരത്തിന് ഇപ്പോൾ ജഗദീഷ് മുമ്പേ പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിയർലി 40 years കാതോട് കാതോരത്തിൻ്റെ ഒന്നുകൂടെ റിമെമ്പർ ചെയ്യാൻ, റിവൈവ് ചെയ്യാൻ ഈ പടം നിർത്തുമായി എന്നുള്ളത് ഇറ്റ്സ് ഓൾസോ എ ഗ്രേറ്റ് പ്ലഷർ. നല്ല സംഭവമാണ്. ആൻഡ് ഐ എം ഗ്ലാഡ് ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ടാകാൻ സംഭവിച്ചു. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.